Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിയോ ഉഴുന്നോ ഒന്നും തന്നെ കുതിർക്കാതെ 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ എല്ലാ വീടുകളിൽ ചോറ് അധികം വരാറുണ്ട്. സാധാരണ നമ്മൾ ആ ചോറ് കളയുകയാണ് പതിവ്. ഇനി നമുക്ക് ആ ചോറ് ഉപയോഗിച്ച് വെറും 10 മിനിറ്റിൽ നല്ല പൂ പോലെയുള്ള ഒരു ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. അതിനോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ചേർക്കാത്ത ഒരു ചട്നിയും ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയി കാണാം. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം. ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായത് നമ്മൾ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള റൈസാണ്. ഞാനിവിടെ ഏകദേശം 1 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ അധികം വരുന്ന റൈസ് വെച്ച് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. ഇനി അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ റൈസ് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഞാനിത് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാർ യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. നമ്മളിതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി എടുത്തു വെച്ചിരുന്ന ആ റൈസ് കൂടി ഒന്ന് അരച്ചെടുക്കാം. നമ്മളെടുത്ത മൊത്തവും ചോറും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായത്, നമ്മൾ റൈസ് എടുത്ത അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് റവയാണ്. ഇത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അത്യാവശ്യം പുളിയുള്ള ഏകദേശം 1/4 കപ്പ് തൈരാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈര് നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടതില്ല. ഒരുപാട് പുളിയുള്ളതാകുമ്പോൾ നമ്മുടെ ഇഡ്ഡലി ഒരുപാട് പുളിക്കും, അതുകൊണ്ട് അത്രയും വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ്. ഇതിന് പകരം ഇനോയോ ബേക്കിംഗ് പൗഡറോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ ഇഡ്ഡലി മാവിന്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഇഡ്ഡലിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് നേരം അടച്ചു വെക്കാം. നമ്മുടെ ഈ റവയൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. അത് അങ്ങനെ ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. ഞാനിത് ഇവിടെ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കുന്നുണ്ട്. ഇഡ്ഡലിയുടെ മാവ് സോക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു ചട്നി തയ്യാറാക്കാം. ഞാനിവിടെ തേങ്ങ ചേർക്കാത്ത ചട്നിയാണ് തയ്യാറാക്കുന്നത്. അതിനായി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, അത് രണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം.
തക്കാളി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയുമാണ്. അതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. ഞാനൊരു എരിവിന് ആവശ്യമായ വറ്റൽമുളക് കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് തന്നെ ചേർക്കണം. അതില്ല എങ്കിൽ നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതുകൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ നമ്മളൊരു ചെറിയ പീസ് അളവിൽ പുളി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പുളിയുടെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഏകദേശം ഒരു 2 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര സ്കിപ്പ് ചെയ്യാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ശർക്കരയുടെ ഒരു മധുരമാണ് ഈ ചട്നിയുടെ ഹൈലൈറ്റ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് ഉപ്പാണ്. ഈ ചട്നിക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ തണുത്തതിന് ശേഷമാണ് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്നത്. നമ്മുടെ ചട്നിയുടെ മിക്സ് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. സൂപ്പർ ചട്നിയാണ്. നല്ല തേങ്ങ ചേർത്ത ചട്നിയേക്കാളും നല്ല സൂപ്പർ ആയിട്ടുള്ള ചട്നിയാണിത്. ഇനി നമുക്ക് ചട്നിയിലേക്ക് ആവശ്യമായ കടുക് താളിച്ചെടുക്കാം. അതിനായി നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് താളിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 കറുവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഇഡ്ഡലിയുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം. ഇഡ്ഡലിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം. നമുക്ക് ഇഡ്ഡലിയുടെ തട്ടിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇഡ്ഡലി വളരെ വേഗം തന്നെ ഈ ഇഡ്ഡലി പാത്രത്തിൽ നിന്നും റിമൂവ് ചെയ്യാൻ കഴിയും. ഇഡ്ഡലിയുടെ തട്ടിലേക്ക് നമുക്ക് ഇഡ്ഡലിയുടെ ബാറ്റർ നിറച്ചു കൊടുക്കാം. ഇഡ്ഡലി ചെമ്പിൽ നല്ലതുപോലെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെച്ച് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പം നമ്മുടെ ബാക്കി വന്ന റൈസ് വെച്ചുള്ള നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ബാക്കി വരുന്ന ചോറൊന്നും കളയില്ലല്ലോ. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് ഇനി വരുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.